ഫ്രണ്ട്സ്, എല്ലാവർക്കും AKG വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു പനി പിടിച്ചു, പിന്നെ കണ്ണിന് പോളക്കുരു ഉണ്ടായിരുന്നു, പിന്നെ തലവേദനയും എല്ലാം കൂടി ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയും ഒരു ഗ്യാപ്പ് എടുത്തത് ലോങ് വീഡിയോ ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പം മോൻ്റെ എക്സാമും കൂടെയാണ്, അതിനിടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതേ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കുടനെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോയ്സ്ചറൈസറിനെ കുറിച്ചാണ് കേട്ടോ. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും കൂടാണ് കേട്ടോ. അപ്പോൾ എന്താണ് മോയ്സ്ചറൈസർ എന്നുള്ളതാണ്. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ക്രീം ടൈപ്പിലും ലോഷൻ ടൈപ്പിലും ഓയിൻമെൻറ്റ് ടൈപ്പിലും നമുക്ക് ലഭിക്കും. ഈ ഓയിൻമെൻറ്റ് ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അധികവും ഡോക്ടേഴ്സാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ക്രീം ടൈപ്പിലുള്ളതും ലോഷൻ ടൈപ്പിലുള്ളതുമാണ് നമ്മൾ പൊതുവേ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത്. പിന്നെ നമ്മുടെ സ്കിന്നിൽ എവിടെ വേണമെങ്കിലും, കയ്യിലും കാലിലും ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബോഡിയിൽ എന്ന് പറയുന്നത് ഒരു 30% വാട്ടർ കണ്ടൻ്റ് ആണുള്ളത്, വെള്ളം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വെള്ളം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കിന്ന്, അതായത് ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല സോഫ്റ്റായിട്ടും അതുപോലെ എന്താ പറയുക, നല്ല ഒരു പ്ലംബായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ ടൈപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ജലാംശം അവിടെ തന്നെ നിൽക്കും, പുറത്തോട്ടൊന്നും പോകത്തില്ല. ഇനി വാട്ടർ കണ്ടൻറ്റ് ഇല്ല എങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്തിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുവിധ എല്ലാ ആൾക്കാരും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ക്രീം ടൈപ്പിൽ ലഭിക്കുന്നതാണ്, ലോഷൻ ടൈപ്പിൽ, ജെൽ ടൈപ്പ്, ഓയിൻമെൻറ്റ് ടൈപ്പ്. അധികവും ഓയിൻമെൻറ്റ് ടൈപ്പുള്ള മോയ്സ്ചറൈസർ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓയിൻമെൻറ്റ് ടൈപ്പുള്ള മോയ്സ്ചറൈസർ ഡോക്ടേഴ്സാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ക്രീം ടൈപ്പും ജെൽ ടൈപ്പും ലോഷൻ ടൈപ്പുമാണ്. അപ്പോൾ ഇന്ന് പല രീതിയിലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അല്ലേ. വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവില്ലേ? ഇല്ല എങ്കിലും ഇത്തരം കണ്ടൻറ് വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവർക്കിത് നന്നായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? പലതരത്തിലുള്ള മോയ്സ്ചറൈസർ. അപ്പോൾ ക്രീം ടൈപ്പുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ചേരുക. അവരുടെ സ്കിൻ ടൈപ്പിൽ 10% മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ, അതായത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സ്കിൻ ടൈപ്പാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുകാർക്ക് അധികവും ക്രീം ടൈപ്പുള്ള മോയ്സ്ചറൈസറാണ് ചേരുക, അതായത് എന്നെപ്പോലെയുള്ള സ്കിൻ ടൈപ്പുകാർക്ക്. എൻ്റേത് നല്ല ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ക്രീം ടൈപ്പുള്ള മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ടൈപ്പ് സ്കിൻ ടൈപ്പുള്ള ആൾക്കാർ, അതായത് ഡ്രൈ സ്കിന്നുകാർ ക്രീം ടൈപ്പുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടത് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആയിരിക്കണം കേട്ടോ. പോൺസിൻ്റെ ജെൽ ടൈപ്പും അതുപോലെ ക്രീം ടൈപ്പും ഉള്ള മോയ്സ്ചറൈസർ ഉണ്ട്, ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പുകാരാണെങ്കിൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഓയിലി സ്കിൻ ടൈപ്പുകാർ ഈ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവരുടെ സ്കിൻ ടൈപ്പ് പൊതുവേ ഓയിലായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അത് എക്സസ് ഓയിൽ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അതായത് ക്രീം ടൈപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സസ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തോന്നും നമ്മുടെ ഫേസ്. അപ്പോൾ ജെൽ ടൈപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നത്തുമില്ല, എന്നാൽ നമുക്ക് ഇടണം താനും. മോയ്സ്ചറൈസർ ഇടും വേണം, എങ്കിൽ ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഈ ജെൽ ടൈപ്പ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും, ക്രീമി സ്ട്രക്ചർ പോലെ ആയിരിക്കില്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് പോലെയുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഈ ജെൽ ടൈപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ വന്നിട്ട് ഈ ലോഷൻ ടൈപ്പ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നതാണ് കേട്ടോ. അതെല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, നോർമൽ സ്കിൻ ആയിക്കോട്ടെ, സെൻസിറ്റീവ് സ്കിന്നുകാരായിക്കോട്ടെ, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ് ഈ ഒരു ലോഷൻ ടൈപ്പ് മോയ്സ്ചറൈസർ. ഇത് അധികവും ബോഡിക്ക് വേണ്ടിയിട്ടാണ്, ബോഡി ലോഷൻ ഉള്ള രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, ബോഡി ലോഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തിക്കാണെങ്കിൽ കൂടി അതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും, അങ്ങനെ ഒഴുകി കിടക്കുന്ന പോലുള്ള ഒരു രീതിയിലായിരിക്കും ആ ഒരു ലോഷൻ ടൈപ്പ് ഉണ്ടായിരിക്കുക.
ഞാനിപ്പം യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ എന്ന് പറയുന്നത് ഡോവിൻ്റെ സപ്പിൾ ബോഡി ലോഷനാണ് കേട്ടോ. അത് അടിപൊളിയാണ്. ഞാൻ കുളിച്ചു വന്നതിന് ശേഷവും അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തും കയ്യിലും കാലിലും ഒക്കെ ഈ ഒരു ബോഡി ലോഷനാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഇതിൻ്റെ പിക്ക് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് അടിപൊളിയാണ്. പിന്നെ ഈ ക്രീം ടൈപ്പുള്ള മോയ്സ്ചറൈസർ വന്നിട്ട് നമുക്ക് കയ്യിലും കാലിലും ഒന്നും ഇടാനായിട്ട് പറ്റത്തില്ല. അത് കുറച്ച് എന്താ പറയുക, ഒരു ക്രീമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. കുറച്ച് തിക്കായിട്ട് തോന്നും. അതായത് ഈ ജെൽ ടൈപ്പിനേക്കാളും ലോഷൻ ടൈപ്പിനേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉള്ളതാണ് ഈ ക്രീം ടൈപ്പുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോഷൻ ടൈപ്പ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ബോഡീനെ ബേസ് ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ബോഡിക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് കയ്യിലും കാലിലും നമുക്ക് വയറിൻ്റെ ഭാഗത്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോഷൻ ടൈപ്പുള്ള മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് ഓയിൻമെൻറ്റ് ടൈപ്പാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടേഴ്സാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റുന്ന ചില മോയ്സ്ചറൈസറുകൾ ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു 95% റിസൾട്ട് കിട്ടിയിട്ടുള്ള ചില മോയ്സ്ചറൈസറുകളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഹിമാലയയുടെ അലോവേര ജെല്ലാണ്. ഇതൊരു ഫേസ് മോയ്സ്ചറൈസർ കൂടിയാണ് കേട്ടോ. അടിപൊളിയാണ്. എനിക്കിത് ഒരു 95% റിസൾട്ട് കിട്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് നമുക്ക് രാത്രി കിടക്കുന്ന നേരത്തൊക്കെ ഫേസിൽ പുരട്ടാവുന്നതാണ്. അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷവും നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഫേസിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ വന്നിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ബേബി ക്രീമാണ്. അടിപൊളിയാണ്. തുടക്കക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് മോയ്സ്ചറൈസറാണ് ബേബി ക്രീം എന്ന് പറയുന്നത്. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. 100% നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് മോയ്സ്ചറൈസറാണ് കേട്ടോ ഈ ഒരു ബേബി ക്രീം. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഒന്ന് പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് പൗഡറൊക്കെ ഇട്ടിട്ട് പോകാവുന്നതാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, തുടക്കക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നിവിയയുടെ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഇത് നമുക്ക് ഫേസിലും ബോഡിയിലും നമുക്ക് ഹാൻഡ്സിലും ഒക്കെ പുരട്ടാവുന്നതാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഫേസ്, ബോഡി, ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാനിത് ഹാൻഡ്സിലൊക്കെ പുരട്ടാറുണ്ട് കേട്ടോ. കയ്യിൻ്റെ ഇവിടെയൊക്കെ പുരട്ടാറുണ്ട് രാത്രിയാവുന്ന സമയത്ത്. ഇത് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഡപ്പയാണ്. ഇത് ചെറിയ ഡപ്പയാണ്. ഈ സ്മോൾ ഡപ്പയ്ക്ക് 45 രൂപയാണ് കേട്ടോ അതിന് റേറ്റ്. 45 രൂപയാണ്. ഇതിൻ്റെ ചെറിയ 2 ഡപ്പ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഡപ്പയാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലിയ ഡപ്പ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നുമില്ല. നല്ല സ്മെല്ലാണ് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഇതിൻ്റെ വലിയ ഡപ്പയാണ് മേടിച്ചിട്ടുള്ളത്. അടിപൊളിയാണ്. ഇതും എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് അടിപൊളിയാണ്. മേക്കപ്പൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മേക്കപ്പിൻ്റെ മുന്നേ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ്. അടിപൊളിയാണ്. പിന്നെ വന്നിട്ട് പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. പോൺസിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് വർക്കാവും കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ കളറില്ലേ, ലൈറ്റ് ബ്ലൂ കളറുള്ള ഡപ്പയാണ്. അതൊരു ജെൽ ടൈപ്പാണ് കേട്ടോ. അതാണ് നമുക്ക് ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് ചേരാം. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. അതും ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മറ്റേ ആ ബ്ലൂ കളറുള്ള ഡപ്പയും യൂസ് ചെയ്യാവുന്നതാണ് ഡ്രൈ സ്കിന്നുകാർക്ക്. പക്ഷേ കൂടുതലായിട്ടും ചേരുക ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഇതിൻ്റെ ആ ബ്ലൂ കളറുള്ള സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ചേരുക. ഓക്കെ, ഇതും അടിപൊളിയാണ്. ഇതും കഴിഞ്ഞു കേട്ടോ. അത് രണ്ടാമത്തെ ഡപ്പയാണ്. ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. വന്നിട്ട് ഇത് മമ്മ എർത്തിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബേബി ക്രീമും കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡ് ചോയ്സ് ഞാൻ ചൂസ് ചെയ്യുക ഈ ഒരു മോയ്സ്ചറൈസറിനെയാണ് കേട്ടോ. അടിപൊളിയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് എനിക്ക് സ്മിറ്റനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇത് ഈ ഒരു മോയ്സ്ചറൈസർ, മമ്മ എർത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും. ഈ ബേബി ക്രീം നമുക്ക് ഓയിലി സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓയിലി സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്ത് നോക്കാം. പക്ഷേ ഭയങ്കര ഓയിലി ആണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വന്നിട്ട് ലാക്മിയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്.
ഒരു ചെറുതായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തപ്പം എനിക്കിഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ ഞാൻ വലിയ ഡപ്പ അടുത്തത് ഞാൻ വലിയ ഡപ്പ മേടിച്ചു. അടിപൊളിയാണ്. ഇത് ലാക്മി പീച്ച് മിൽക്കാണ് കേട്ടോ. സോഫ്റ്റ് ക്രീം 24 ഹവർ മോയ്സ്ചറൈസർ ലോക്ക് നോൺ സ്റ്റിക്കി എന്നാണ് ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. നമുക്ക് മാർക്കറ്റിലൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ ഒരു ഫാൻസി സ്റ്റോറിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. ചെറുതായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്, അത് കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ വലുത് മേടിച്ചു. മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ലോങ് ലാസ്റ്റിക് ആയിട്ട്, അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആയിട്ടൊക്കെ കിട്ടും. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഈ ഒരു തൊപ്പിക്കുട്ടൻ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. വിറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. വിറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അടിപൊളിയാണ്. നല്ല മോയ്സ്ചറൈസറാണ്. ഒരു മുട്ടായിയുടെ ഒക്കെ മണം. അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു തൊപ്പിക്കുട്ടനെ. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസറുമാണ്. അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ പുറത്ത് പോകണമെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് പോകാവുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. വേറൊന്നും ഇടേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. പിന്നെ വന്നിട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയാണ് പ്ലമ്മിൻ്റെ ഇലുമിനേറ്റ് മോയ്സ്ചറൈസർ എന്നുള്ളത്. ഞാനിവിടെ സൈഡിൽ പിക്ക് കൊടുക്കാം. വേണ്ടവർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വരുന്നത് ഓയിലി സ്കിൻ ടൈപ്പാണ്. ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ഇല്ലേ, അത് അടിപൊളിയാണ്. ഞാനിപ്പം ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ബ്ലൂ കളർ, അതായത് ഇതിൻ്റെ ഇത് ബ്ലൂ കളറുണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ, ഒരു ബ്ലൂ കളറായിട്ടുള്ള ആ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഇവിടെ പിക്ക് കൊടുക്കാം കേട്ടോ. ആ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ്. അത് ഞാൻ ഒരുപാട് റിവ്യൂസ് തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിൽ തന്നെ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഓയിലി സ്കിൻ ടൈപ്പിന് നന്നായിട്ട് ചേരും. ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വന്നിട്ട് ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരും. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഒക്കെ ഒരുപോലെ ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ് ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. പിന്നെ അത് എടുക്കുന്ന ആ ഒരു അളവ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് എടുക്കാമെന്ന് മാത്രം. ഓക്കെ, ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ ഹൈഡ്രേഷൻ കൊടുക്കാൻ പറ്റിയ മോയ്സ്ചറൈസർ, അതായത് ഹൈലറോണിക് ആസിഡുള്ള മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ അധികവും യൂസ് ചെയ്യുന്നത് ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ വന്നിട്ട് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് T-സോൺ, നമ്മുടെ ഈ T-സോൺ, അതായത് നെറ്റിയുടെ ഭാഗം മുതൽ ഈ മൂക്കിൻ്റെ ഇവിടെ നിന്ന് തൊട്ട് നമ്മുടെ ഈ താടി ഭാഗം വരെ, അതാണ് ഈ T-സോൺ എന്ന് പറയുന്നത്. ഈ T-സോൺ ഭാഗം ഓയിലി ആയിരിക്കും, ചീക്കിൻ്റെ ഭാഗത്ത് ഡ്രൈയും ആയിരിക്കും. അപ്പം ഈ T-സോൺ ഓയിലി ആണെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഇവിടെ ഡ്രൈ ആയിരിക്കും, അപ്പം നമ്മൾ അവിടെ ക്രീമി കൺസിസ്റ്റൻസി ഉള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പം അവർ 2 തരത്തിലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി ലോഷൻ ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു ബോഡി ലോഷനാണ്. ഡോവിൻ്റെ സപ്പിൾ ബോൺസ് ഇലാസ്റ്റിസൈസിങ് ബോഡി ലോഷൻ ഫോർ ഡ്രൈ സ്കിൻ എന്നാണ്. ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ് അവർ. അടിപൊളിയാണ്. ഇതിപ്പോൾ 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. അടിപൊളിയാണ്. ഇത് പാരബൻ ഫ്രീ ആണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പം ഞാൻ ഇതാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ എന്ന് പറയുന്നത്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റിയ ചില മോയ്സ്ചറൈസറുകളാണ് സിമ്പിളിൻ്റെ മോയ്സ്ചറൈസർ, അതുപോലെ ന്യൂട്രിഡാം മോയ്സ്ചറൈസർ, പിന്നെ ഡെർമാക്കോയുടേത്, ഡോട്ട് ആൻഡ് കീയുടേത്. ഈ ബ്രാൻഡ് ഒക്കെ തന്നെ അവർ സെൻസിറ്റീവ് സ്കിന്നുകാരെ കൂടെ ബേസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള മോയ്സ്ചറൈസറുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള മോയ്സ്ചറൈസറുകൾ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സെൻസിറ്റീവ് സ്കിന്നുകാർ ട്രയൽ ചെയ്തിട്ട് മാത്രം മോയ്സ്ചറൈസർ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ ഈ ഇറിറ്റേഷൻസ് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ നല്ലൊരു ഡോക്ടറെ, അതായത് നല്ലൊരു സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് അവർ പറയുന്ന മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്യൂട്ടാവുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ട്രൈ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസറിൽ ഏതെങ്കിലും ആണോ നിങ്ങളുടെ മോയ്സ്ചറൈസർ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാനുള്ളത്.
പിന്നെ ഇതിൽ കൂടുതലായിട്ട് വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേ. ടാറ്റാ ബൈ ബൈ.